കണ്ടൽ റിസർവ് വനമായി പ്രഖ്യാപിച്ചിട്ടും സംരക്ഷണമില്ല. പഴയങ്ങാടി താവത്തെ കണ്ടൽക്കാടുകൾ മാലിന്യ കൂമ്പാരമാകുന്നു. ചാക്ക് കണക്കിന് മാലിന്യങ്ങളാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ തള്ളുന്നത്. പഴയങ്ങാടി താവം പുഴയോര പ്രദേശത്ത് വ്യത്യസ്തമായ കണ്ടലുകളാണ് കാണപ്പെടാറുള്ളത്. 2015 കണ്ടൽ റിസർവ് വനമായി പ്രഖ്യാപിച്ച താവത്തെ കണ്ടൽക്കാടുകൾ ഇന്ന് ഗുരുതരമായ പരിസ്ഥിതി ഭീഷണിയാണ് നേരിടുന്നത്. കണ്ടൽക്കാടുകൾക്കിടയിലും പുഴയോര റോഡരികിലും മറ്റും വ്യാപകമായി മാലിന്യം തള്ളുകയാണ്. രാത്രികാലങ്ങളിലും മറ്റും മാലിന്യം വലിച്ചെറിഞ്ഞു പോവുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ തള്ളിയിരിക്കുന്നത്. ഇവ പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നത് കണ്ടൽക്കാടുകളുടെ ജൈവവൈവിധ്യത്തിനും മത്സ്യങ്ങൾക്കും വലിയ ഭീഷണിയാണ്. വീടുകളിൽ നിന്നും കടകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾക്ക് പുറമെ മദ്യക്കുപ്പികളും വ്യാപകമായി തള്ളിയിട്ടുണ്ട്. മത്സ്യങ്ങൾ, ചെറുജീവികൾ, പക്ഷികൾ തുടങ്ങിയവയുടെ ആവാസ വ്യവസ്ഥ തന്നെ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. കണ്ടൽ റിസർവ് വനപദവി ഉണ്ടായിട്ടും ഫലപ്രദമായ നിരീക്ഷണവും മാലിന്യം തള്ളലിനെതിരെ ശക്തമായ നടപടികളും ഇല്ലെന്ന ആരോപണവും ശക്തമാണ്. താവം പുഴയോരത്തിന്റെ അടുത്തുള്ള കണ്ടൽക്കാടുകളിൽ പുറമേ നിന്നുള്ള ഒരു രാത്രി കാലങ്ങളിൽ കണ്ടമാനം വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്നുണ്ട്. അപ്പോൾ അതിന് ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും ക്യാമറയോ മറ്റു സംവിധാനങ്ങളോ ഇല്ല. ഈ ഭാഗത്ത് വീടുകളും ഇല്ല. അതുകൊണ്ട് തന്നെ വേസ്റ്റ് തള്ളുന്നത് ആരാന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു ക്യാമറ സ്ഥാപിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. വേസ്റ്റ് തള്ളുന്നവരെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. കണ്ടൽക്കാടുകളുടെ ഇടക്ക് ഇത് വേസ്റ്റുകൾ തള്ളുന്നതുകൊണ്ട് തന്നെ നായ്ക്കളുടെ ശല്യം കൂടുതലായിട്ടുണ്ട്. കണ്ടലിന്റെ നാശത്തിനും അതൊരു പരിധിവരെ വഴിവെക്കുന്നുണ്ട്. മാലിന്യം തള്ളുന്നത് തടയുന്നതിനും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനും അധികൃതർ എത്രയും വേഗം ഇടപെടണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.